പ്രിയപ്പെട്ട എല്ലാവർക്കും ഹാവ്രൂത്ത ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 52 ചോദ്യോത്തരങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, ആരുടെ മരണത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ആരംഭിക്കുന്നത്? എ. ജോഷുവയുടെ, ബി. ഒത്നിയേലിൻ്റെ, സി. സാംസണിൻ്റെ, ഡി. അദോണി ബെസേക്കിൻ്റെ. ശരിയുത്തരം എ. ജോഷുവയുടെ. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക ആര് ആരോട് പറഞ്ഞു? എ. ശിമയോൻ സഹോദരൻ യൂദായോട്, ബി. യൂദാ സഹോദരൻ ശിമയോനോട്, സി. ദബോറ ബാറക്കിനോട്, ഡി. ഒത്നിയേൽ അക്സയോട്. ശരിയുത്തരം ബി. യൂദാ സഹോദരൻ ശിമയോനോട്. മൂന്നാമത്തെ ചോദ്യം, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? എ. സിസേറ, ബി. അദോണി ബെസേക്ക്, സി. എഗ്ലോൻ, ഡി. കുഷാൻ റിഷാത്തായിം. ശരിയുത്തരം ബി. അദോണി ബെസേക്ക്. നാലാമത്തെ ചോദ്യം, ഹെബ്രോണിൻ്റെ പഴയ പേര്? എ. കിരിയാത്ത് സേഫർ, ബി. ദബീർ, സി. കിരിയാത്ത് അർബ, ഡി. ഹോർമ. ശരിയുത്തരം സി. കിരിയാത്ത് അർബ. അഞ്ചാമത്തെ ചോദ്യം, കിരിയാത്ത് സേഫർ ആക്രമിച്ചു കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞതാര്? എ. ഒത്നിയേൽ, ബി. കെനാസ്, സി. ഹേബർ, ഡി. കാലെബ്. ശരിയുത്തരം ഡി. കാലെബ്. ആറാമത്തെ ചോദ്യം, കാലെബിൻ്റെ ആരായിരുന്നു ഒത്നിയേൽ? എ. പുത്രൻ, ബി. സഹോദരൻ, സി. സഹോദരപുത്രൻ, ഡി. പിതാവ്. ശരിയുത്തരം സി. സഹോദരപുത്രൻ. ഏഴാമത്തെ ചോദ്യം, യൂദാ ശിമയോനോടൊത്ത് പുറപ്പെട്ട് സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തിയ ശേഷം ആ പട്ടണത്തിന് ലഭിച്ച പേരെന്ത്? എ. ദബീർ, ബി. ബദേൽ, സി. ഹെർബ, ഡി. ഹോർമ. ശരിയുത്തരം ബി. ഹോർമ. എട്ടാമത്തെ ചോദ്യം, ആരു പറഞ്ഞിരുന്നത് പോലെയാണ് ഹെബ്രോൺ കാലബിന് കൊടുത്തത്? എ. ശിമയോൻ, ബി. മോശ, സി. ജോഷുവ, ഡി. കെനാസ്. ശരിയുത്തരം ബി. മോശ. ഒൻപതാമത്തെ ചോദ്യം, ബദേൽ ഒറ്റുനോക്കിയ ആൾ ഹിത്യരുടെ നാട്ടിൽ പണിത നഗരത്തിൻ്റെ പേര്? എ. ലൂസ്, ബി. ഗസർ, സി. അക്കോ, ഡി. മെഗീദോ. ശരിയുത്തരം എ. ലൂസ്. പത്താമത്തെ ചോദ്യം, നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും കർത്താവ് പറഞ്ഞിരുന്നത് ആരോട്? എ. കാനാന്യരോട്, ബി. ബെഞ്ചമിൻ ഗോത്രക്കാരോട്, സി. ഇസ്രായേൽ ജനത്തോട്, ഡി. ഹിവ്യരോട്. ശരിയുത്തരം സി. ഇസ്രായേൽ ജനത്തോട്. 11ാമത്തെ ചോദ്യം, ബോക്കിം എന്ന വാക്കിൻ്റെ അർത്ഥം? എ. ബലിയർപ്പിക്കുന്ന സ്ഥലം, ബി. വിലപിക്കുന്നവർ, സി. മുന്നറിയിപ്പ്, ഡി. ഉടമ്പടി. ശരിയുത്തരം ബി. വിലപിക്കുന്നവർ. 12ാമത്തെ ചോദ്യം, ജോഷുവയുടെ കാലത്തും എന്ത് നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്താണ് ജനം കർത്താവിനെ സേവിച്ചു എന്ന് പറയുന്നത്? എ. അടയാളങ്ങൾ, ബി. അത്ഭുതങ്ങൾ, സി. കർത്താവ് മറ്റു ജനതയ്ക്ക് ചെയ്ത വലിയ കാര്യങ്ങൾ, ഡി. കർത്താവ് ഇസ്രായേലിനു ചെയ്ത വലിയ കാര്യങ്ങൾ. ശരിയുത്തരം ഡി. കർത്താവ് ഇസ്രായേലിനു ചെയ്ത വലിയ കാര്യങ്ങൾ. 13ാമത്തെ ചോദ്യം, നൂനിൻ്റെ മകനായ ജോഷുവയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? എ. ഇസ്രായേലിൻ്റെ രക്ഷകൻ, ബി. ഇസ്രായേലിൻ്റെ ദാസൻ, സി. ഇസ്രായേലിൻ്റെ മധ്യസ്ഥൻ, ഡി. കർത്താവിൻ്റെ ദാസൻ. ശരിയുത്തരം ഡി. കർത്താവിൻ്റെ ദാസൻ. 14ാമത്തെ ചോദ്യം, ഗാഷ് പർവ്വതത്തിന് വടക്ക് അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ ഏതു മലനാട്ടിലാണ് ജോഷുവയെ അടക്കിയത്? എ. എഫ്രായിം, ബി. ഗിൽഗാൽ, സി. ലെബനോൻ, ഡി. ഹറോഷത്ത് ഹഗോയിം. ശരിയുത്തരം എ. എഫ്രായിം. 15ാമത്തെ ചോദ്യം, ആരാണ്
ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് ചെന്ന് ഇസ്രായേൽക്കാരോട്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്? എ. ന്യായാധിപന്മാർ, ബി. ജോഷ്വ, സി. കർത്താവിൻ്റെ ദൂതൻ, ഡി. ദബോറ. ശരിയുത്തരം സി. കർത്താവിൻ്റെ ദൂതൻ. 16-ാമത്തെ ചോദ്യം. ഇസ്രായേൽ ജനം വളരെ കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് അവരെ രക്ഷിക്കാനായി ആരെയാണ് നിയമിച്ചത്? എ. ദാസന്മാരെ, ബി. ജോഷ്വയെ, സി. ന്യായാധിപന്മാരെ, ഡി. പ്രവാചകരെ. ശരിയുത്തരം സി. ന്യായാധിപന്മാരെ. 17-ാമത്തെ ചോദ്യം. ഇസ്രായേൽ ജനം വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിച്ചത് എപ്പോഴായിരുന്നു? എ. അന്യദേവന്മാരെ ആരാധിച്ചപ്പോൾ, ബി. പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ, സി. യാതനകൾ അനുഭവിച്ചപ്പോൾ, ഡി. ന്യായാധിപന്മാർ മരിക്കുമ്പോൾ. ശരിയുത്തരം ഡി. ന്യായാധിപന്മാർ മരിക്കുമ്പോൾ. 18-ാമത്തെ ചോദ്യം. എവിടുത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചത്? എ. ഇസ്രായേലിലെ, ബി. കാനാനിലെ, സി. ജെറുസലേമിലെ, ഡി. ഈജിപ്തിലെ. ശരിയുത്തരം ബി. കാനാനിലെ. 19-ാമത്തെ ചോദ്യം. ഏഹൂദിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മോവാബിനെതിരെയുള്ള ഏത് കടവുകൾ പിടിച്ചടക്കിയാണ് ആരെയും അതിലെ കടന്നുപോകാൻ അനുവദിക്കാതിരുന്നത്? എ. ഗിൽഗാലിൻ്റെ, ബി. സെയിറായുടെ, സി. ജെറുസലേമിൻ്റെ, ഡി. ജോർദാൻ്റെ. ശരിയുത്തരം ഡി. ജോർദാൻ്റെ. 20-ാമത്തെ ചോദ്യം. കർത്താവിനെ മറന്ന് അന്യദേവന്മാരെ സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം വീണ്ടും തിന്മ പ്രവർത്തിച്ചപ്പോൾ ഏതു മെസോപ്പൊട്ടാമിയ രാജാവിൻ്റെ കൈകളിലാണ് അവിടുന്ന് അവരെ ഏൽപ്പിച്ചു കൊടുത്തത്? എ. കുഷാൻ റിഷാത്തായിമിൻ്റെ, ബി. ജഫ്തായുടെ, സി. എഗ്ലോൻ്റെ, ഡി. ഏഹൂദിൻ്റെ. ശരിയുത്തരം എ. കുഷാൻ റിഷാത്തായിമിൻ്റെ. 21-ാമത്തെ ചോദ്യം. 8 വർഷം ഇസ്രായേൽ ജനം കുഷാൻ റിഷാത്തായിമിനെ സേവിച്ച ശേഷം അവർക്ക് വിമോചകനായി കർത്താവ് നിയമിച്ചത് ആരെയാണ്? എ. യഹൂദിനെ, ബി. ഒത്നിയേലിനെ, സി. ഷങ്കാറിനെ, ഡി. കാലബിനെ. ശരിയുത്തരം ബി. ഒത്നിയേലിനെ. 22-ാമത്തെ ചോദ്യം. ഒത്നിയേൽ ഇസ്രായേലിൽ ന്യായവിധി നടത്തിയത് എപ്പോൾ? എ. ഒത്നിയേൽ കിര്യാത്ത് സേഫർ കീഴടക്കിയപ്പോൾ, ബി. കാലബ് അക്സയെ ഭാര്യയായി കൊടുത്തപ്പോൾ, സി. കർത്താവിൻ്റെ ആത്മാവ് ഒത്നിയേലിൻ്റെ മേൽ വന്നപ്പോൾ, ഡി. കാലബ് അക്സയ്ക്ക് നീർച്ചാലുകൾ വിട്ടുകൊടുത്തപ്പോൾ. ശരിയുത്തരം സി. കർത്താവിൻ്റെ ആത്മാവ് ഒത്നിയേലിൻ്റെ മേൽ വന്നപ്പോൾ. 23-ാമത്തെ ചോദ്യം. ഒത്നിയേലിൻ്റെ മരണശേഷം ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ ഇസ്രായേലിനെതിരെ കർത്താവ് പ്രബലനാക്കിയത് ആരെ? എ. മൊവാബ് രാജാവായ എഗ്ലോനെ, ബി. കേന്യനായ ഹേബറിനെ, സി. കാനാൻ രാജാവായ യാബീനെ, ഡി. സിസീറയെ. ശരിയുത്തരം എ. മൊവാബ് രാജാവായ എഗ്ലോനെ. 24-ാമത്തെ ചോദ്യം. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ആരെയെല്ലാം സേവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചത്? എ. ബാൽദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും, ബി. ന്യായാധിപന്മാരെ, സി. മൃഗങ്ങളെ, ഡി. സൂര്യനെ. ശരിയുത്തരം എ. ബാൽദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും. 25-ാമത്തെ ചോദ്യം. മൊവാബ് രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് നൽകിയ ഇടതുകയ്യനായ വിമോചകൻ? എ. ഗിദയോൻ, ബി. ഷങ്കാർ, സി. ഏഹൂദ്, ഡി. ഏലോൻ. ശരിയുത്തരം സി. ഏഹൂദ്. 26-ാമത്തെ ചോദ്യം. ഏതു ഗോത്രജനായ ഗേരയുടെ പുത്രനാണ് ഏഹൂദ്? എ. യൂദ, ബി. നഫ്താലി, സി. ശിമയോൻ, ഡി. ബെഞ്ചമിൻ. ശരിയുത്തരം ഡി. ബെഞ്ചമിൻ. 27-ാമത്തെ ചോദ്യം. മൊവാബ് രാജാവായ എഗ്ലോന് ഏഹൂദ് വശം കാഴ്ച കൊടുത്തയച്ചതാര്? എ. കാനാൻകാർ, ബി. മൊവാബ്യർ, സി. ഈജിപ്തുകാർ, ഡി. ഇസ്രായേൽ ജനം. ശരിയുത്തരം ഡി. ഇസ്രായേൽ ജനം. 28-ാമത്തെ ചോദ്യം. ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. ഏഹൂദ്
ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? എ. കാനാൻ രാജാവായ യാബീനോട്, ബി. മോവാബ് രാജാവായ എഗ്ലോനോട്, സി. യോവാഷിൻ്റെ പുത്രൻ ഗിദയോനോട്, ഡി. ഇസ്സാഖർ ഗോത്രജനായ ദോദോയോട്. ശരിയുത്തരം ബി. മോവാബ് രാജാവായ എഗ്ലോനോട്. 29-ാമത്തെ ചോദ്യം. മോവാബ് രാജാവായ എഗ്ലോനെ എന്തുപയോഗിച്ചാണ് ഏഹൂദ് വകവരുത്തിയത്? എ. കുന്തം, ബി. ഇരുവായ്ത്തലവാൾ, സി. മരയാണി, ഡി. ചുറ്റിക. ശരിയുത്തരം ബി. ഇരുവായ്ത്തലവാൾ. 30-ാമത്തെ ചോദ്യം. ഏഹൂദിൻ്റെ പിൻഗാമി. എ. ബാറക്, ബി. യാബീൻ, സി. ഷംഗാർ, ഡി. എഗ്ലോൻ. ശരിയുത്തരം സി. ഷംഗാർ. 31-ാമത്തെ ചോദ്യം. ഏതു ദേശക്കാരായ 600 പേരെയാണ് ഷംഗാർ ചാട്ടകൊണ്ടു കൊന്നത്? എ. ഫിലിസ്ത്യരെ, ബി. അമലേക്യരെ, സി. അമ്മോന്യരെ, ഡി. മൊവാബ്യരെ. ശരിയുത്തരം എ. ഫിലിസ്ത്യരെ. 32-ാമത്തെ ചോദ്യം. ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്താനാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ആജ്ഞാപിക്കുന്നുവെന്ന് ദബോറ ബാറക്കിനോട് പറഞ്ഞത്? എ. ദാൻ സെബലൂൺ, ബി. ബെഞ്ചമിൻ നഫ്താലി, സി. നഫ്താലി സെബലൂൺ, ഡി. ആഷേർ ഗിലെയാദ്. ശരിയുത്തരം സി. നഫ്താലി സെബലൂൺ. 33-ാമത്തെ ചോദ്യം. കാനാൻ രാജാവായ യാബീൻ്റെ സേനാപതി സിസേറയ്ക്ക് എത്ര ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നു? എ. 600, ബി. 1000, സി. 800, ഡി. 900. ശരിയുത്തരം ഡി. 900. 34-ാമത്തെ ചോദ്യം. യാബീൻ്റെ കാലത്ത് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചിക. എ. മറിയം, ബി. ദബോറ, സി. ജായേൽ, ഡി. എലീഷ. ശരിയുത്തരം ബി. ദബോറ. 35-ാമത്തെ ചോദ്യം. നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. ദബോറയോട് ഇപ്രകാരം പറഞ്ഞതാര്? എ. ലെപ്പിദോത്ത്, ബി. സിസേറ, സി. ബാറക്, ഡി. യാബീൻ. ശരിയുത്തരം സി. ബാറക്. 36-ാമത്തെ ചോദ്യം. മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ? ആര് ആരോട് പറഞ്ഞു? എ. ദബോറ ബാറക്കിനോട്, ബി. ബാറക് ദബോറയോട്, സി. ജായേൽ ബാറക്കിനോട്, ഡി. യാബീൻ ജായേലിനോട്. ശരിയുത്തരം എ. ദബോറ ബാറക്കിനോട്. 37-ാമത്തെ ചോദ്യം. ഹസൂർ രാജാവായ യാബീൻ ആരുടെ കുടുംബവുമായാണ് സൗഹൃദത്തിലായിരുന്നത്? എ. കേന്യനായ ഹേബറിൻ്റെ, ബി. കേന്യനായ ഹോബാബിൻ്റെ, സി. സേനാപതിയായ സിസേറയുടെ, ഡി. ലെപ്പിദോത്തിൻ്റെ. ശരിയുത്തരം എ. കേന്യനായ ഹേബറിൻ്റെ. 38-ാമത്തെ ചോദ്യം. പലായനം ചെയ്ത സിസേറ ആരുടെ കൂടാരത്തിലാണ് അഭയം പ്രാപിച്ചത്? എ. ലെപ്പിദോത്തിൻ്റെ ഭാര്യ ദബോറയുടെ, ബി. ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ, സി. ഹോബാബിൻ്റെ, ഡി. കാലബിൻ്റെ മകൾ അക്സയുടെ. ശരിയുത്തരം ബി. ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ. 39-ാമത്തെ ചോദ്യം. ഉള്ളിലേക്ക് വരൂ പ്രഭോ, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ജായേൽ ആരെയാണ് കൂടാരത്തിലേക്ക് സ്വീകരിച്ചത്? എ. ബാറക്കിനെ, ബി. യോവാഷിനെ, സി. സിസേറയെ, ഡി. യാബീനെ. ശരിയുത്തരം സി. സിസേറയെ. 40-ാമത്തെ ചോദ്യം. കൂടാരത്തിൽ ഉറങ്ങിക്കിടന്ന സിസേറയുടെ ഏതു ഭാഗത്താണ് ജായേൽ മരയാണി തറച്ചത്? എ. ചെന്നിയിൽ, ബി. തലയിൽ, സി. വയറിൽ, ഡി. കഴുത്തിൽ. ശരിയുത്തരം എ. ചെന്നിയിൽ. 41-ാമത്തെ ചോദ്യം. വരുക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. ജായേൽ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? എ. ദബോറയോട്, ബി. ബാറക്കിനോട്, സി. സിസേറയോട്, ഡി. യാബിനോട്. ശരിയുത്തരം ബി. ബാറക്കിനോട്. 42-ാമത്തെ ചോദ്യം. എന്നാണ് കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത്? എ. സിസേറ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം, ബി. സിസേറ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം, സി. സിസേറ മരണപ്പെട്ട ദിവസം, ഡി. സിസേറയുടെ മരണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം. ശരിയുത്തരം സി. സിസേറ മരണപ്പെട്ട ദിവസം.
43-ാമത്തെ ചോദ്യം, ബാറക്കിൻ്റെ പിതാവ്? എ. അബിനോവാം, ബി. ഗിദയോൻ, സി. അബിയേസർ, ഡി. കെനാസ്. ശരിയുത്തരം എ. അബിനോവാം. 44-ാമത്തെ ചോദ്യം, ആര് ഇസ്രായേലിൽ മാതാവായി തീരും വരെയാണ് അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു എന്ന് പറയുന്നത്? എ. ദബോറ, ബി. ജായേൽ, സി. അക്സ, ഡി. സിസേറയുടെ അമ്മ. ശരിയുത്തരം എ. ദബോറ. 45-ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ജനം ആർക്കെതിരെയാണ് അണിയായി ഇറങ്ങി വന്നു എന്ന് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത്? എ. ദുഷ്ടന്മാർക്കെതിരെ, ബി. ദുർബലർക്കെതിരെ, സി. നീതിരഹിതർക്കെതിരെ, ഡി. ശക്തന്മാർക്കെതിരെ. ശരിയുത്തരം ഡി. ശക്തന്മാർക്കെതിരെ. 46-ാമത്തെ ചോദ്യം, ബാറക്കിനോട് വിശ്വസ്തനായിരുന്നുവെന്ന് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത് ആരെയാണ്? എ. ജായേലിനെ, ബി. ദബോറയെ, സി. ഇസ്സാക്കറിനെ, ഡി. കർത്താവിൻ്റെ ദൂതനെ. ശരിയുത്തരം സി. ഇസ്സാക്കറിനെ. 47-ാമത്തെ ചോദ്യം, യുദ്ധക്കളത്തിൽ മരണം വരിച്ച ജനം ഏത്? എ. നഫ്താലി, ബി. സെബുലൂൺ, സി. ആഷേർ, ഡി. ഗിലെയാദ്. ശരിയുത്തരം എ. നഫ്താലി. 48-ാമത്തെ ചോദ്യം, നക്ഷത്രങ്ങൾ സഞ്ചാരപഥങ്ങളിൽ നിന്ന് ആർക്കെതിരെ പൊരുതി എന്നാണ് പറയുന്നത്? എ. യാബീനെതിരെ, ബി. എഗ്ലോനെതിരെ, സി. ബാറക്കിനെതിരെ, ഡി. സിസേറയ്ക്കെതിരെ. ശരിയുത്തരം ഡി. സിസേറയ്ക്കെതിരെ. 49-ാമത്തെ ചോദ്യം, മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുകയെന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് എന്തുകൊണ്ട്? എ. അവർ യുദ്ധക്കളത്തിൽ മരണം വരിച്ചില്ല, ബി. അവർ ശക്തന്മാർക്കെതിരെ ഇറങ്ങി വന്നില്ല, സി. അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല, ഡി. കർത്താവിൻ്റെ വിജയം പ്രഘോഷിച്ചില്ല. ശരിയുത്തരം സി. അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല. 50-ാമത്തെ ചോദ്യം, ദബോറയുടെ കീർത്തനത്തിൽ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എ. ലെപ്പിദോത്തിൻ്റെ ഭാര്യ ദബോറയെ, ബി. ഹേബറിൻ്റെ ഭാര്യ ജായേലിനെ, സി. ഒത്നിയേലിൻ്റെ ഭാര്യ അക്സയെ, ഡി. സിസേറയുടെ അമ്മയെ. ശരിയുത്തരം ബി. ഹേബറിൻ്റെ ഭാര്യ ജായേലിനെ. 51-ാമത്തെ ചോദ്യം, അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയുമല്ലേ ഓരോരുത്തനും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം ഇങ്ങനെ പറഞ്ഞതാര്? എ. സിസേറയുടെ അമ്മ, ബി. ജ്ഞാനവതികളായ സഖികൾ, സി. ഹസൂർ രാജാവായ യാബീൻ, ഡി. ലെപ്പിദോത്തിൻ്റെ ഭാര്യ ദബോറ. ശരിയുത്തരം എ. സിസേറയുടെ അമ്മ. 52-ാമത്തെ ചോദ്യം, ആരാണ് ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ എന്ന് പറയുന്നത്? എ. ഇസ്രായേലിലെ ജനങ്ങൾ, ബി. കൃഷിവലന്മാർ, സി. കർത്താവിൻ്റെ ശത്രുക്കൾ, ഡി. കർത്താവിൻ്റെ സ്നേഹിതർ. ശരിയുത്തരം ഡി. കർത്താവിൻ്റെ സ്നേഹിതർ.